ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ചൈനീസ് ബാൾസത്തിൻ്റെ കെയറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ചൈനീസ് ബാൾസം നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും പറ്റിയൊരു സമയമാട്ടോ ഇത്. അപ്പം നമുക്ക് ഇപ്പം ജിഫി ബാഗിലൊക്കെ ഉള്ള ഒരുപാട് തൈകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമുക്ക് ഇപ്പം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കമ്പ് നട്ട് പിടിപ്പിച്ചിട്ടാണെങ്കിലും തൈ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നമുക്ക് ജിഫി ബാഗിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ഇത് നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പം മണ്ണും ചാണകപ്പൊടിയും മാത്രമുള്ള കുറച്ച് ചകിരിച്ചോറും കൂടിയുള്ള ഒരു പോട്ടിംഗ് മിക്സിലാണ് നമ്മളിത് നട്ടിട്ടുള്ളത്. പിന്നെ മണൽ കൂടുതലുള്ള മണ്ണാണെങ്കിൽ നമുക്ക് പ്രത്യേകം മണൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പോട്ടിംഗ് മിക്സിലാണ്, നമുക്ക് കൂടുതൽ വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിന് വേണ്ട വളമൊക്കെ ലിക്വിഡ് ഫെർട്ടിലൈസറുകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഒരു 10-15 ദിവസം കഴിയുമ്പം നമുക്ക് ചാണകവെള്ളം കലക്കി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ഗ്രോത്തിൽ വളരും കേട്ടോ. പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഒരു 5 ലിറ്റർ വെള്ളം, പിന്നെ 500 ഗ്രാം കടലപ്പിണ്ണാക്ക്, 100 ഗ്രാം ശർക്കര. ഇതെന്നിട്ട് 2 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഈ 500 ഗ്രാം കടലപ്പിണ്ണാക്ക് കുതിർത്ത് വെക്കണം. അത് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ വെള്ളത്തിൽ നല്ലപോലെ കുതിർന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പം നമുക്ക് ഒരു 100 ഗ്രാം ശർക്കര പൊടിച്ച് അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി 3 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു 3 ദിവസം നമുക്ക് ഇത് അടച്ച് അവിടെ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓരോ ദിവസവും ഒരു തവണയെങ്കിലും ഇത് ഇളക്കി കൊടുക്കണം. അങ്ങനെ എല്ലാ ദിവസവും ഇത് മിക്സ് ചെയ്ത് വെക്കണം. അത് ഇനി 3 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ പുളിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് വളരും, നിറയെ മുട്ടുകളും ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 ലിറ്റർ ഈ ലിക്വിഡിന് ഈ ഫെർട്ടിലൈസറിന് 10 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇത് ചോട്ടിൽ ഒഴിച്ചും കൊടുക്കാം, ഇത് സ്പ്രേ ചെയ്തും കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ 15 ലിറ്റർ വെള്ളം കൂടി ചേർക്കണം. എന്നിട്ട് അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പം 10 ലിറ്റർ വെള്ളം ചേർത്താൽ മതി. ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തടത്തിൽ നിന്ന് കുറച്ച് മാറി അകന്നിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് മാസത്തിൽ 1 വീതമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ചാണകം മാത്രം കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ വേറെ ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മൾ മാസത്തിൽ 1 വീതമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചെടി കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും, നിറയെ മുട്ടുകളും ഉണ്ടാവും. അപ്പം ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചൈനീസ് ബാൾസം നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ സ്റ്റാൻഡിൽ ഒക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മെറ്റൽ സ്റ്റാൻഡൊന്നും ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മൾ ഇതുപോലത്തെ ചെറിയ ഇഷ്ടികയുണ്ടല്ലോ, ഹോളോ ബ്രിക്സ് ഒക്കെ, അങ്ങനത്തെ വെച്ചിട്ട് നമുക്ക് കമുകിൻ്റെ തടിയൊക്കെ എടുത്ത് ഒരു 3 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റാൻഡായിട്ട് കിട്ടും. അത് നമുക്ക് പല ഹൈറ്റിലും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ് സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കമുകൊക്കെ മഹാളിയൊക്കെ പിടിച്ച് മുഴുവൻ കമുകുകളും പോകുന്ന കാരണം നമ്മുടെയൊക്കെ പറമ്പുകളിൽ ഇഷ്ടം പോലെ കമുകുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് നല്ല സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ചൈനീസ് ബാൾസത്തിന്
കൂടുതലും കണ്ടുവരുന്നത് പുഴുക്കൾ, ഈ ഇലയൊക്കെ പുഴുക്കൾ തിന്നുന്ന ഒരു ഇതാണ് കേട്ടോ, പുഴുക്കൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പുഴുക്കളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുഴുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് നമുക്ക് ഈ വേപ്പെണ്ണ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുഴുവിൻ്റെ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചൈനീസ് ബാൾസം നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇനി വേറെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് DAP വേണമെങ്കിൽ മാസത്തിലൊന്നൊക്കെ നമ്മൾ ഈ ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പം നമുക്ക് DAP വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കുമ്പോൾ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോലെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.